ഹലോ നമസ്തേ, കപ്പിൾസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന കുറെ പോസ്റ്റേഴ്സിന്റെ ഡീകോഡിംഗ് ആയിട്ടാണ്. ഇന്ന് 3 പോസ്റ്ററുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് ദൃശ്യത്തിൻ്റെത്, പിന്നെ നമ്മുടെ പാട്രിയോട്ടിൻ്റെത്. കുറച്ച് രഹസ്യങ്ങളുണ്ട് നമ്മളെ ആദ്യം പാട്രിയോട്ടിന്റെ നോക്കാം. പാട്രിയോട്ടിന്റെ ആദ്യം വന്നത് സെൻസർ സർട്ടിഫിക്കറ്റിന്റെ പോസ്റ്റർ. അതിനകത്ത് എന്താണ് നമ്മളെ 16+ ആണ് സിനിമ എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊന്നും പിന്നെ റിലീസ് ഡേറ്റും പറഞ്ഞിട്ടുണ്ട്, അത്ര അതിനകത്തുള്ളൂ. പിന്നെ അതിനകത്ത് മറ്റേ ഒരു ജെറ്റ് പോകുന്നുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അതിനകത്ത് ബാക്കിൽ ഡീസന്റ് ഈസ് പാട്രിയോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ആവർത്തിച്ച് അത് തന്നെ ഡീസന്റ് എഴുതിയിട്ടുണ്ട്. അത് ആവർത്തിച്ച് 2 പ്രാവശ്യം ആവർത്തിച്ച് വരുന്നുണ്ട്. പിന്നെ അറ്റത്ത് സുപ്രീം കോടതി അങ്ങനത്തെ ഒരു ഹൈക്കോർട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് എന്തോ ഒരു ടവർ പോലത്തെ ആദ്യം ആ ഭാഗത്തായിട്ട് അതെന്തോ സിഗ്നൽസ് കണക്ട് ചെയ്യണ എന്തോ ഇവിടെ കണ്ട ഒരു സിഗ്നലിന്റെ ഒരു സാധനമുണ്ട്. സിഗ്നൽ കിട്ടാത്ത ഇതുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഫേസിൽ തന്നെ അറിയാം, അവരെ ക്യാരക്ടർ ബ്രീഫ് ചെയ്യണ പോലെ ഒരു ഫേസ് ഇത് വന്നിട്ടുണ്ട്, എങ്ങനെയാണെന്നുള്ളത്, ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ നൈസായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് സെൻസറിങ് ഇതിൽ വന്നേക്കണത്. പടം മൊത്തത്തിൽ 2 മണിക്കൂറും 57 മിനിറ്റാണ് ഉള്ളത്. 2 മിനിറ്റ് 57 മിനിറ്റും. ആദ്യത്തെ 3 മിനിറ്റ് സർട്ടിഫിക്കറ്റ് കാണിക്കുക, എല്ലാം കൊണ്ട് ഒരു ചെറിയ ആഡൊക്കെ ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ 3 മണിക്കൂറുണ്ട് സിനിമ. അപ്പൊ ഇതാണ് ഇതിന്റെ ആദ്യത്തെ പോസ്റ്റർ. പിന്നെ രണ്ടാമത്തെ പോസ്റ്ററിൽ നമുക്ക് കുറച്ച് പറയാനുള്ളത്, ബുക്കിംഗ് ഓപ്പൺസ് ടുമാറോ 9 AM. നാളെ രാവിലെ 9 മണിക്ക് ബുക്കിംഗ് തുടങ്ങും. 9:15 9:15 ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കേട്ടോ തുടങ്ങണത്. പിന്നെ ബുക്ക് നാളെ ചെയ്യുമല്ലോ. നാളെ ചെയ്യും ഉറപ്പായിട്ടും. പിന്നെ ഇതിന്റെ ബാക്കിൽ കുറച്ച് എന്തൊരു കോഡ് ഭാഷയിൽ പോലെ ഒരു കാര്യങ്ങൾ എന്തോ പോസ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റേ മോഴ്സ് കോഡാണ്. സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും. മറ്റേ കുത്ത് വര ആ ഒരു രീതിക്കുള്ള മോഴ്സ് കോഡാണ്. ഞാൻ നമ്മൾ ChatGPTയും അങ്ങനെ കുറെ AI ഡീകോഡ് ചെയ്തപ്പോഴത്തേക്കും എന്റെ ചോര വീണ മണ്ണാണിത് എന്നാണ് അതിൽ റിപ്പീറ്റ് ചെയ്ത് പറയണത്. പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ ജനിച്ച മണ്ണാണെന്ന് നമ്മൾ ഈ പാട്രിയോട്ടിസം പറയൂലേ, അത് ലാൻഡ് ഐ ഹാവ് ബ്ലഡ് ഫോർ. അത് തന്നെ ഇതാണ്. പിന്നെ ഇടയ്ക്ക് ഒരു സോസ് ഉണ്ട്, SOS, അത് കാണിക്കുന്നുണ്ട്. പിന്നെ മേളിൽ എന്താണ് പോലീസ് വിജിലൻസ്, ഡൽഹി പോലീസ് വിജിലൻസ് എന്നുള്ള ചെറിയൊരു ഇതുണ്ട്. എന്തോ ഒരു ഫയല് കത്തി നശിക്കുന്ന ഒരു സാധനമായിട്ടാണ് കൊടുത്തേക്കണ. ഒരു ഇമ്പോർട്ടന്റ് ഫയൽ ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഈ ഒരു മോഴ്സ് കോഡിൽ കൂടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്റെ ചോര വീണ മണ്ണാണ് ഇതെന്നിട്ടുള്ളത് ഫ്രൈസ്. അതാണ് കാര്യം. അങ്ങനെയാണ് ഈ 2 പോസ്റ്റർ വന്നേക്കണത്. ഇപ്പൊ നമ്മള് ഇതിനകത്ത് അവർ രണ്ടുപേരും രണ്ടുപേരുടെ കണ്ടില് തീ തന്നെയാണ്. സീരിയസ് ആയിട്ട് ഇവിടെ കണ്ട 2 സീരിയസ് ആയിട്ട് ഒരു മിഷന്റെ ഭാഗമായിട്ട് അവർ നിക്കണ ഒരു പോസ്റ്ററാണ് ഇതിൽ വന്നേക്കണത്. പറ്റിയതാണ് സ്റ്റാർട്ട്സ് ടുമാറോ അറ്റ് 9 AM. അതൊരു പിന്നെ ലാസ്റ്റ് ഒരു പോസ്റ്ററും കൂടെ വന്നിട്ടുണ്ട്. ദൃശ്യം 3 ടീസർ 29 ഏപ്രിൽ 5 മണിക്ക് മറ്റന്നാൾ വരുന്നതാണ് ടീസർ. അതിനകത്ത് എന്താ ഒരു പറമ്പില് വീണ്ടും ജോർജ് കുട്ടി എന്താണ് കയ്യിലൊരു ചട്ടിയൊക്കെ വാഴ വെട്ടാനായിട്ടാണ് നിക്കുന്നത്. അങ്ങനെയൊക്കെ നമുക്കൊരു ഫ്രൈസിൽ വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ വാഴയാണല്ലോ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വേണമെങ്കിൽ വെട്ടാൻ വേണ്ടി ഒരു പോസ്റ്റർ ഇറക്കി. അതുപോലെ തന്നെ ഉണ്ട് ലാലേട്ട ഒരു കോർണറിൽ ബാക്കി കംപ്ലീറ്റ് വന്നേക്കണ വാഴയാണ് സംഗതി ഉണ്ട്. പിന്നെ എന്തിനാണെന്ന് അറിഞ്ഞില്ല, കുറച്ച് ഇമോഷനാണ്, ഫേസിലൊക്കെ ഫുൾ ഒരു ഇമോഷൻ കാണുന്നുണ്ട്. എനിക്ക് എസ്തറിനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പോലത്തെ ഒരു തോന്നല് തന്നെയല്ലേ. നോക്കിക്കാണ് നീ ശരിയാണ്, ചതിച്ചല്ലോടി ശരിയാണ്. അല്ല, എസ്തറിനെ നോക്കണ മാത്രമല്ല ഇനിയും ഞാൻ വീണ്ടും വരുമെന്നുള്ള പറയുന്നവരാണ്. എസ്തർ ആയിരിക്കും ചിലപ്പോ എന്ന് എല്ലാരും പറയുന്നുണ്ട് കേട്ടോ. ഒരേ ഇതില് പറയുന്നുണ്ട്. മിക്കവാറും അതാവാനാണ് ചാൻസ്. അവളെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തെ ഒരു തോന്നലൊക്കെ ഉണ്ട്. അപ്പൊ എന്തിനാണ് പോസ്റ്റർ വൈസ് അടിപൊളിയാണ്. മറ്റന്നാൾ 5 മണിക്ക് ബാക്കി ടീസർ വിശേഷങ്ങളായി ഞങ്ങൾ വരും. അതുപോലെ അപ്പൊ ഇന്ന് ഇറങ്ങിയ 3 പോസ്റ്റർ ഒന്നിനൊന്ന് മെച്ചമാണ്. ഒന്ന് UBA സർട്ടിഫിക്കറ്റ്, 2 നാളെ നമ്മളെ പാട്രിയോട്ടിന്റെ ഓപ്പൺ തുടങ്ങിയാണ്. എല്ലാരും മറന്ന പോലെ FDFS സ്റ്റാർട്ടേഴ്സ് 9:15 തുടങ്ങണം. സിനിമ എങ്ങനെയാകുമെന്നുള്ളതിലുപരി നോക്കി ഒരുമിച്ച് കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഈ പടത്തിന് നമ്മൾ ഇന്നലെ പറഞ്ഞ കണക്ക് ഓവറായിട്ടുള്ള എന്താണ് ഹൈപ്പ് ഇല്ല. അതാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ്. അപ്പൊ നമ്മള് ഹൈപ്പ് കുറച്ച് വെച്ച് പടത്തിന് എൻജോയ് ചെയ്യാൻ വരിക. അത് തന്നെ അവരും പറയണത്. ചെറുതായിട്ടൊരു പോസിറ്റീവ് വന്നാൽ പോലും ഉറപ്പായിട്ടും കത്തും. പിന്നെ ഇവര് രണ്ടുപേരും ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ല കളക്ഷൻ എങ്കിലും വേണം. അതാണ് വേറൊരു അത് തന്നെ. പിന്നെ
ദൃശ്യത്തിന്റെ നമ്മൾ പറയാം 25-ാം തീയതി വരുന്നതാണ്. 25 29-ാം തീയതി വരുന്നതാണ് 5 PM. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അപ്പൊ പറയാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ 3 പോസ്റ്റർ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ പോസ്റ്റർ ഡീകോഡിംഗ് വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് വെച്ചോ. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കാഫ്ലിക്സ് കൊണ്ടുവന്നവർ. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്. പാട്രിയോട്ട് ബുക്ക് ചെയ്യാൻ മറക്കല്ല.